ഹലോ ഗായ്സ്, ലെറ്റ്സ് മേക്ക് ടെസ്റ്റ് ടെക്കേഴ്സ്. സംഭവം കുറച്ച് ദിവസമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ എവിടെ നിന്ന് കൺസിസ്റ്റൻസി മെയിൻ ആണെങ്കിലും കോണ്ടൻറ്റ് ക്ഷാമം അത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. എന്താ ഇടേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ കുറേ തപ്പിയപ്പോൾ കുറേ റിസ്ക് ആയിട്ടുള്ള കുറേ വീഡിയോസും പിന്നെ കുറേ പണിയെടുക്കേണ്ട കുറേ വീഡിയോസും ഇതൊന്നും എന്നെ കൊണ്ട് പറ്റൂല. സ്റ്റാർട്ടിങ് അല്ലേ, നമുക്ക് ചെറുതിൽ പിടിച്ചിട്ട് വലുതിലേക്ക് പോവാല്ലേ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഡെസ്റ്റ് ഡെക്കേഴ്സ് ഇട്ടാലോ എന്ന്. അപ്പോൾ ഡെസ്റ്റ് ഡെക്കർ തപ്പിയപ്പോഴോ അതിനും കുറച്ച് പണിയെടുക്കണം. അങ്ങനെ ഇതാ അവസാനം തപ്പി വീഡിയോ ഇടാൻ ലേറ്റായി. എന്താ ചെയ്യുക, അങ്ങനെ 4 എവിടെ നിന്നൊക്കെയോ ഞാൻ ഒപ്പിച്ചു. പക്ഷേ ഈ ഫസ്റ്റ് കാണിക്കുന്നതില്ലേ അത് ഞാൻ ചെയ്യണമെന്ന് അന്നേ മനസ്സിൽ വിചാരിച്ചതാണ്. പക്ഷേ ഷോർട്ട്സായിട്ട് ഇടണമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ ഡെസ്റ്റ് ഡെക്കർ ചെയ്യുമ്പോൾ ഇതിലങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മാസ്കിംഗ് ടേപ്പും കമ്പിയും ഗ്രീൻ കളർ എടുത്തിട്ട് ഇതിനെ മടക്കിയിട്ട് പിന്നെ അതിനെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിനെ എന്താക്കി സ്കെച്ചിൽ പെയിൻറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ മെഡിസിൻ്റെ മെഷറിങ് കപ്പില്ലേ അതാണ് എടുത്തത്. അതിന് വേണ്ടി വൈറ്റ് പെയിൻ്റൊക്കെ തുറന്ന് വെച്ച്. പക്ഷെ എന്താ അതെന്നെ ചതിച്ചു, അതിൽ വൈറ്റ് പെയിൻറ്റ് അടയുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് അതേ ബോട്ടിൻ്റെ, അതായത് സിറപ്പ് ബോട്ടിലാണ് കേട്ടോ, അതേ ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ട് ചെയ്യാമെന്ന്. ഞാൻ വിട്ടുകൊടുക്കൂല, ചെയ്തിട്ടേ അടങ്ങും. അങ്ങനെ ഇതാ അതിന് വൈറ്റ് പെയിൻറ്റും അടിക്കേണ്ട. പിന്നെ അതിൽ ഞാൻ തെർമോക്കോൾ എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് എന്നിട്ട് അതിനുള്ളിൽ പെയിൻ്റ് അടിക്കാൻ മടിയായതുകൊണ്ട് സ്കെച്ച് വെച്ചിട്ട് പെയിൻ്റ് അടിച്ചു. എന്നിട്ട് ഇതാ നമ്മൾ ഉണ്ടാക്കിയ ലീവ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നല്ല കുട്ടപ്പനാക്കി എടുത്ത്. അപ്പോഴോ ഈ ലീവ്സിൻ്റെ ബാക്ക് സൈഡ് പെയിൻറ്റ് അടിച്ചിട്ടില്ല. സംഭവം എനിക്ക് ചെറുതായിട്ടൊന്ന് മടി പിടിച്ചതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും അടിക്കണം, ഓക്കെ, അന്നെങ്കിൽ അതിൻ്റെ ഒരു ഇത് വരും. ഞാൻ ഉദ്ദേശിച്ചത് സ്നേക്ക് പ്ലാന്റ് ആണെങ്കിലും ഇതെന്തോ ആയി വന്നു. എന്തായാലും പ്ലാന്റ് അല്ലേ, എനിക്കിഷ്ടപ്പെട്ട്. അപ്പോൾ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ഇനിയാണ് സെക്കൻഡ് ഐറ്റം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് സംഭവം. എനിക്ക് കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾക്കതാവുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഫ്ലവറിൻ്റെ ഷേപ്പിൽ കാർഡ്ബോർഡ് 4 എണ്ണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് ഒരു ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡില്ലേ അതാണ് എനിക്ക് ചെറുതായിട്ട് പണി തന്നത്. അത് ഒട്ടിച്ചിട്ടൊക്കെ ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് വന്നിട്ടാകുമ്പോൾ നേരെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ എന്താ പറയുക ഓപ്പണായിട്ട് വരാൻ തുടങ്ങി. അപ്പം എനിക്ക് ആകെ എന്താ പറയുക ഭയങ്കര മടി പിടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേറെ എന്തെങ്കിലും തപ്പണമെന്ന്. അങ്ങനെ എനിക്ക് നേസൽ ഡ്രോപ്പില്ലേ അതിൻ്റെ കുപ്പി കിട്ടി. അപ്പം ഞാൻ വിചാരിച്ച് അതിൻ്റെ ആ ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് സെൻറ്ററിൽ വെക്കാമെന്ന്. അപ്പം നമുക്കൊരു ഫ്ലവർ പോട്ടുമായി. അങ്ങനെ റെഡ് പെയിൻ്റൊക്കെ അടിച്ച് യെല്ലോ ഡോട്ട്സൊക്കെ കൊടുത്ത് നല്ല കുട്ടപ്പനാക്കി ഇരുത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞ ആ ട്വിസ്റ്റ് ഇത് വെക്കേണ്ടി വന്നു. അങ്ങനെ സക്സസ്ഫുള്ളി സെക്കൻഡ് വണ്ണും കംപ്ലീറ്റഡായി. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, സംഭവം അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മീത്തുള്ള കാർഡ്ബോർഡും പിന്നെ അതായത് മീത്ത സൈഡും ഇൻസൈഡും ഒക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മടി കാരണം ഞാൻ അതൊന്നും ചെയ്തില്ല. ഇന്നാണ് അടുത്ത ഐറ്റം. ഇത് നിങ്ങൾക്ക് ഈ ബൾബ് കാണുമ്പോൾ തന്നെ കത്തിക്കാണും. എന്താ മഷ്റൂം. അപ്പോൾ അത് സംഭവം എനിക്ക് ചെയ്യണമെന്ന് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് പണ്ടേ മീൻസ് ആ പണ്ടല്ല, എനിക്കിത് കണ്ടു കിട്ടിയപ്പോൾ മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ബൾബ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്ക് പറ്റിയില്ല. ഇപ്പോൾ ട്രെൻഡിങ് ആയപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബൾബ് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഇത് സംഭവം എനിക്ക് ഏറ്റവും ഇപ്പോൾ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ സാധനം. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തോ നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊരു പ്രശ്നം വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ അവിടെ വേണം. ഇനി ഇതിന് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഫെവിക്വിക്കോ അല്ലെങ്കിൽ ഫ്ലെക്സ് ക്വിക്ക് ഇതൊക്കെ വെച്ചിട്ട് ഒട്ടിക്കാം. ഫെവിക്കോൾ പറ്റുമല്ലോ കേട്ടോ. അങ്ങനെ ഇതും കംപ്ലീറ്റ്. ഇനി നെക്സ്റ്റ് ഐറ്റമാണ് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഐറ്റം. ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏതാ സിറപ്പിൻ്റെ മെഷറിങ്
ഒരു കപ്പ്, ആ കപ്പിൽ എന്തായാലും ഞാൻ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു എനിക്കെന്താ പറയുക, അത് കണ്ടിട്ട് എനിക്കൊരു സമാധാനം വരുന്നില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് മിനിറ്റുള്ള ഒരു ഐഡിയയിലാണ് ഇത് ഈ സാധനം കത്തിയത്. സംഭവം അതിനെ ഒരു ജ്യൂട്ട് ത്രെഡ് വെച്ചിട്ട് ചുറ്റി ഒട്ടിച്ചിട്ട് പിന്നെ അതിനുള്ളിലൊരു തെർമോക്കോളും വെച്ചിട്ട് നേരത്തെ സെയിം സ്റ്റെപ്പ് സ്കെച്ച് കൊണ്ട് കളർ ചെയ്യുക, എന്നിട്ട് അതിനുള്ളിൽ ഈ ഫ്ലവർ കുത്താം. നിങ്ങൾക്ക് വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ കുത്താട്ടോ, എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് കുത്തുന്നത്. അപ്പം ബൈ ദി വേ, എൻ്റെ ഈ ലാംഗ്വേജൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഞാൻ എന്താ പറയുക, എനിക്ക് മിക്സ്ഡ് ലാംഗ്വേജ് ആയിപ്പോയി, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കാം. പിന്നെ ഈ കാണുന്ന 4 ഐറ്റമും നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം. അപ്പോൾ ശരി.